السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. يقول المصنف رحمه الله: تنبيه: من مات وعليه صلاة فرض لم تقضى ولم تفدى عنه، وفي قول أنها تفعل عنه أوصى بها أم لا. ഇന്ന് നമ്മുടെ ദർസിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഒന്ന്, ഒരാള് ഒരുപാട് നിസ്കാരങ്ങൾ ബാധ്യതയുള്ളവനായിക്കൊണ്ട് മരിച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ, കൂട്ടുകുടുംബക്കാർ, ഇവരുടെ മേലിൽ ആ നിസ്കാരം ഖളാ വീട്ടൽ ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്. രണ്ടാമതായി, വകതിരിവുള്ള ഒരു കുട്ടിക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മേലിൽ രക്ഷിതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു: തംബീഹുൻ. തംബീഹ് എന്ന് പറഞ്ഞാൽ നാം മുമ്പ് വിശദീകരിച്ചിരുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് സാധാരണഗതിയിൽ ഒരു ബാബ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീഴിലായിട്ട് ഫർഅ്, ഫസ്ല്, തംബീഹ്, അതുപോലെ തതിമ്മത്ത്, ഇങ്ങനെയൊക്കെ ഓരോ ഘടകങ്ങളും വരും എന്ന്. തംബീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം അൽ ഈഖാദു, ഉണർത്തല. എന്നാൽ അതിന്റെ സാങ്കേതികാർത്ഥം മുമ്പുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ തംബീഹ് തന്നെ നോക്കാം. നാം ഈ പറയാൻ പോകുന്നതിന്റെ നേരെ മുമ്പ് ഇന്നലെ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, നിസ്കാരം വാജിബാകുന്ന ആളുകളിൽ കുട്ടികളുടെ മേലിൽ നിസ്കാരം വാജിബില്ല. അപ്പോൾ ഈ വാജിബില്ലാത്ത കുട്ടികൾ, ഈ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച. അതുപോലെ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആവുകയും ആ ഖളാ വീട്ടുന്നതിനെ കുറിച്ചുമാണ് നാം സംസാരിച്ചിരുന്നത്. അപ്പൊ ഇനി ഒരാള് അങ്ങനെ ഖളാ വീട്ടാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ അവനിക്ക് അനന്തരാവകാശികൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. തംബീഹുൻ: മൻ മാത, മൻ ഒരുത്തൻ, മാത അവൻ മരിച്ചു. ഏത് സ്ഥിതിയിൽ? വഅലൈഹി സ്വലാത്തു ഫർദിൻ, ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയായ സ്ഥിതിയിലാണ് അദ്ദേഹം മരിച്ചത്. എന്നാൽ ലം തുഖ്ള, ആ നിസ്കാരങ്ങൾ ഖളാ വീട്ടപ്പെടുന്നതല്ല. വലം തുഫ്ദ അൻഹു, അതിനെ തൊട്ട് ഫിദിയ പ്രായചിത്തം നൽകപ്പെടുന്നതും അല്ല. അതായത് ഒരാൾക്ക് നിസ്കാരം ഖളായി, എന്നാൽ ആ ഖളാ അനന്തരാവകാശികളായ ആളുകൾ ആ നിസ്കാരം ഖളാ വീട്ടൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. മാത്രമല്ല, അവനെ തൊട്ടുള്ള മുതാലബത്ത്, നീ നിസ്കരിച്ചിരിക്കുന്നോ എന്നുള്ള തേട്ടം, ആ ത്വലബ് ഒഴിവാകുന്നതല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാണ് മുസന്നിഫിന്റെ ഈ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലായത്. വഫീ ഖൗലിൻ, ഒരു ഖൗലിലുണ്ട്, അന്നഹാ തുഫഅലു അൻഹു, അവനെ തൊട്ട് ആ നിസ്കാരം പ്രവർത്തിക്കപ്പെടാം, ഖളാ വീട്ടപ്പെടാം. ഔസാ ബിഹാ അംല, അതുകൊണ്ട് വസിയത്ത് ചെയ്യട്ടെ, വസിയത്ത് ചെയ്യാതിരിക്കട്ടെ. ഈ ഔസാ ബിഹാ ഔല, വസിയത്ത് ചെയ്യട്ടെ, വസിയത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് മുസന്നിഫ് പറഞ്ഞത് ഒരു സൂചനയാണ്, മദ്ഹബിലുള്ള ഒരു ഖിലാഫിലേക്കുള്ള സൂചനയാണ്. അതായത് ഹനഫി മദ്ഹബിൽ വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ മയ്യിത്തിനെ തൊട്ട് അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങൾക്ക് അവനെ തൊട്ടുള്ള ഖളാ ആയി പോയ നിസ്കാരങ്ങൾ, അവൻ നിസ്കരിക്കാത്ത നിസ്കാരങ്ങൾ ഖളാ വീട്ടപ്പെടാം എന്ന അഭിപ്രായം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹക്കാഹുൽ അബാദിയു അനി ഷാഫിഈ, ഷാഫി ഇമാമിനെ തൊട്ട് അബാദി എന്നവർ ഇതിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ലി ഖബരിൻ ഫീഹി, അതിൽ ഹദീസ് ഉണ്ടായതിന് വേണ്ടി. മാത്രമല്ല, വഫഅല ബിഹി സുബ്കിയു, മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു തആല അൻഹു പ്രവർത്തിച്ചിട്ടുമുണ്ട്. അൻ ബഅദി അഖാരിബിഹി, സുബ്കി ഇമാമിന്റെ
ചില കുടുംബക്കാരെ തൊട്ടൊക്കെ, കുടുംബക്കാരിൽ നിന്നും ചിലരെ തൊട്ട് സുബ്കി ഇമാം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഖൗലുണ്ട്, ഒരു ഖൗലിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഒരാള് മരിച്ചു, അദ്ദേഹം നിസ്കരിക്കാത്ത ഒരുപാട് നിസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ പെരടിയിൽ ബാധ്യത വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. എന്നാൽ പ്രബലമായ അഭിപ്രായത്തിൽ പറയുന്നത് നിസ്കാരം ഖളാ വീട്ടൽ കൊണ്ട് അദ്ദേഹത്തോടുള്ള തേട്ടം ഒഴിവാകുന്നതല്ല. കാരണം ശാരീരികമായി ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരം നിർബന്ധമായ ഒരുത്തനിക്ക് ഒരിക്കലും തന്നെ അവന്റെ ആ ഉത്തരവാദിത്വം ഒഴിവായി പോകുന്നില്ല. നാം ശാരീരികമായി ചെയ്യുന്ന മറ്റുള്ള അമലുകൾ, ഇപ്പൊ നോമ്പ്, അതല്ലെങ്കിൽ ഹജ്ജ്, ഇതുപോലത്തെ കർമ്മങ്ങളൊക്കെ നിർബന്ധമാവലോട് കൂടെ തന്നെ അദ്ദേഹത്തിന് സാധിക്കാതെ വരിക എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നോമ്പ് നോൽക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് എന്ത് ചെയ്യണം? മുദ്ദു ത്വആം, ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അതിന് പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? അത് നിലനിർത്താം. അതുപോലെ ഹജ്ജ് ചെയ്യാൻ കഴിവില്ല, ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായ കഴിവുണ്ട്, പക്ഷെ ശാരീരികമായി കഴിവില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ നിസ്കാരം അങ്ങനെയല്ല. എന്തുകൊണ്ട്? കഴിവില്ല എന്നുള്ള ഒരു അവസ്ഥ നിസ്കാരത്തിൽ വരുന്നില്ല. അതാണ് കാരണം. കഴിവിന്റെ പരമാവധി അവന് കഴിയുന്നത് പോലെ നിസ്കരിക്കണം. എത്രത്തോളം? കൺപോളകൾ കൊണ്ടോ അവൻ ഇശാറത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. അപ്പൊ ബുദ്ധിയുള്ള കാലഘട്ടത്തിൽ മുഴുവനും നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത്രയും ഏത് രൂപത്തിലും അവനക്ക് നിസ്കരിക്കാനുള്ള ഒരു കഴിവിന്റെ പ്രാപ്തി അനുസരിച്ച് അവന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാമിൽ കൽപ്പനയുണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ നിസ്കരിക്കാതെ മരിച്ചു പോയാല് പിന്നെ അദ്ദേഹത്തിന്റെ തൊട്ട് ഖളാ വീട്ടപ്പെടാൻ പറ്റൂല, ഖളാ വീട്ടപ്പെടേണ്ട ആവശ്യമല്ല. അതുപോലെ ഏതെങ്കിലും ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഹദിയ ചെയ്തതുകൊണ്ടും ആ ത്വലബ് ഒഴിവാകുന്നതല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്നാണ് പറഞ്ഞത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് നിസ്കാരം ഖളാ വീട്ടിക്കഴിഞ്ഞാൽ ത്വലബ് ഒഴിവാകൂല എന്നതുകൊണ്ട് എന്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല? ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്തു, അങ്ങനെ മയ്യിത്തിന് വേണ്ടി ഹദിയ ചെയ്തു, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചു, ഉംറ ചെയ്തു, എന്നിട്ട് അതിന്റെ തവാബ് ഹദിയ ചെയ്തു. അങ്ങനെ ഹദിയ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി മയ്യിത്തിന് ലഭ്യമാകും എന്നുള്ളത് ലോക പണ്ഡിതന്മാര് മുഴുവനും ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസമല്ലത് നിസ്കാരം ഖളാ ആയിപ്പോയാൽ ആ നിസ്കാരം ഖളാ വീട്ടിയാൽ ത്വലബ് ഒഴിവാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ മാത്രമാണ്. ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ തവാബ് എന്ത് ചെയ്യുന്നു? ഹദിയ ചെയ്തു. അങ്ങനെ ഹദിയ ചെയ്താൽ അതിന്റെ കൂലി ലഭിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് പറയുന്നത് വയുമറു ദു സിബൻ, ചെറുപ്രായം ഉടയവരോട് കൽപ്പിക്കപ്പെടണം, ചെറുപ്രായമുടയവനോട് കൽപ്പിക്കപ്പെടണം. ദക്കറൻ ഔ ഉൻസ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ കൽപ്പിക്കപ്പെടണം. എങ്ങനത്തെ ദൂസിബാണ്? മുമയ്യിസുൻ, വകതിരിവുള്ള. എങ്ങനെയാണ് വകതിരിവാകുക? മുസന്നിഫ് തന്നെ പറയുന്നു, ബി അൻസാറ യഅ്കുലു വയശ്റബു വയസ്തൻജി വഹ്ദഹു. ബി അൻസാറ, അവനായിരിക്കൽ കൊണ്ട്, യഅ്കുലു ഭക്ഷണം കഴിക്കും, വയശ്റബു കുടിക്കും, വയസ്തൻജി അവൻ മനോഹരം ചെയ്യുകയും ചെയ്യും, വഹ്ദഹു സ്വമേധയ എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ തന്നെ മനോഹരം ചെയ്യുകയും കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്താൽ, ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പറയുന്ന പേരാണോ? മുമയ്യിസായ കുട്ടിയാണ്, അവൻ വകതിരിവുള്ള കുട്ടിയാണെന്ന്. അങ്ങനത്തെ ഒരു കുട്ടിയോട് കൽപ്പിക്കപ്പെടണം. ഐ യജിബു അലാ കുല്ലി മിൻ അബവൈഹി, മാതാപിതാക്കളിൽ നിന്നും എല്ലാവരുടെ മേലും നിർബന്ധമാകും. വഇൻ അല, അവർ എത്ര മുകളിലോട്ട് പോകുന്ന മാതാപിതാക്കളാണെങ്കിലും ശരി, എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, അതുപോലെ വാപ്പ, വാപ്പാന്റെ വാപ്പ, അങ്ങനെ എത്ര മുകളിലോട്ട് പോകുന്നവരാണെങ്കിലും ശരി അവരെ മേലിലൊക്കെ നിർബന്ധമാണ്. ഈ നിർബന്ധം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫർള്, ഈ കിഫയാണ്. എന്ന് പറഞ്ഞാൽ മാതാവ് ചെയ്താൽ പിതാവ് കുറ്റത്തിൽ നിന്നൊഴിവായി, പിതാവ് ചെയ്താൽ മാതാവ് ഒഴിവായി, മാതാവും പിതാവും ചെയ്താൽ വല്ലിപ്പൊഴിവായി. പക്ഷെ കൂലി കിട്ടണമെങ്കിൽ എല്ലാവരും ചെയ്യണം എന്ന് മാത്രം. ഏതെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ
മറ്റുള്ള ആളുകൾ കുറ്റത്തിൽ നിന്നും ഒഴിവാകുന്നതാണ്. സുമ്മൽ വസിയ്യി, പിന്നെ വസിയ്യ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി എന്നിട്ട് അവരെ ഏൽപ്പിച്ചു ഞങ്ങളുടെ കുട്ടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. ഇന്നിപ്പോ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. ബോർഡിംഗ് മദർസകളും അങ്ങനെ പല സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് ആക്കുകയാണല്ലോ കുട്ടികളെ. അപ്പൊ അങ്ങനെയൊക്കെ ആക്കുന്ന സമയത്ത് എന്റെ അഭിപ്രായത്തില് ആ ഫോം പൂരിപ്പിക്കുമ്പോൾ അതിനുണ്ടാകും എന്നാ മനസ്സിലാകുന്നത്. ഇദ്ദേഹം അവരെ ഏൽപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം പിന്നീട് മാസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ ഒരു പ്രാവശ്യമല്ലേ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം അല്ലെങ്കിൽ 29 ദിവസത്തെ ഉത്തരവാദിത്വം എവിടെ? അപ്പൊ അത് ബോർഡിംഗ് മദർസയാകുമ്പോ അവിടുത്തെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രക്ഷാധികർത്താക്കൾ തന്നെ ആയിരിക്കണം. അവരായിരിക്കണം. ആരാണോ ഏറ്റെടുത്തിട്ടുള്ളത് അവരായിരിക്കണം. അപ്പോൾ അവരെ മേലായിരിക്കും ഇത് നിർബന്ധമായിട്ട് വരിക. വഅല മാലികി റഖീഖി, റഖീഖിന്റെ എന്ന് പറഞ്ഞാൽ റഖീഖായ അടിമക്കുട്ടി, ആ കുട്ടിയുടെ ഉടമസ്ഥന്റെ മേലും എന്ത് നിർബന്ധമാകും? മുറബിഹ ഐ അസ്സലാത്തി, നിസ്കാരങ്ങളെ കൊണ്ട് കൽപ്പിക്കൽ. വലൗ ഖളാഅൻ, അത് ഖളാ ആയി പോയ നിസ്കാരങ്ങളാണെങ്കിലും ശരി, ഖളാ ആയി പോയ നിസ്കാരങ്ങളാണെങ്കിലും ശരി, ഈ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ് മാതാപിതാക്കളെ മേലിൽ. മാത്രല്ല വബി ജമീഇ ശുറൂതിഹ, ആ നിസ്കാരത്തിന്റെ മുഴുവൻ ഷർത്ത് കൊണ്ടും കൽപ്പിക്കണം. എപ്പോ? ലിസബഇൻ ഐ ബഅദ സബഇൻ മിനസ്സിനീൻ, വർഷത്തിൽ നിന്നും 7 ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ 7 വയസ്സായതിനു ശേഷം. ഐ ഇൻദ തമാമിഹ, 7 വയസ്സ് പൂർത്തിയായതിനു ശേഷം. വ ഇൻ മയ്യസ ഖബ്ലഹ, ഈ 7 വയസ്സിന്റെ മുമ്പ് അവൻ തമീസുള്ളവനാണെങ്കിലും ശരി. അപ്പൊ ഒരു കുട്ടിക്ക് 7 വയസ്സിന്റെ കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ തമീസ് എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ ഭക്ഷണം കഴിക്കാനും മനോഹരം ചെയ്യാനും കുടിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുക എന്നാ. അപ്പൊ 7 വയസ്സിന്റെ മുമ്പ് തന്നെ ഒരു കുട്ടി സ്വന്തം ഭക്ഷണം കഴിക്കുന്നുണ്ട്, സ്വന്തം കുടിക്കുന്നുണ്ട്, സ്വന്തം ശൗചം ചെയ്യുന്നുണ്ട്. എന്നാൽ 7 വയസ്സിന്റെ മുമ്പാണെങ്കിൽ കൽപ്പിക്കൽ നിർബന്ധമല്ല. കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് വിരോധമുണ്ട് എന്നല്ല പറയുന്നത്. കൽപ്പിക്കൽ നിർബന്ധമാകുന്നത് 7 വയസ്സിന് ശേഷം എന്നാണ് പറയുന്നത്. മാത്രല്ല വയംബഗി, അത്യാവശ്യമാകും മഅ സീഗത്തിൽ അംരി, അമ്രിന്റെ സീഗയോടുകൂടെ എന്ത്? അത്തഹദീദു, ഒരു ഭീഷണി, ഭയപ്പെടുത്തല്. ഭീഷണിപ്പെടുത്താൻ കുറച്ച് ഗൗരവത്തോടുകൂടെ സംസാരിക്കേണ്ട സാഹചര്യം വന്നാല് അവിടെ ഗൗരവത്തോടുകൂടെ തന്നെ സംസാരിക്കണം. തഹദീദ് വേണ്ട സ്ഥലം വരുമ്പോ തഹദീദ് വേണം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിൽ ഗൗരവമായ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു പട്ടാളത്തെ ഭയപ്പെടുത്തി അറിയിക്കുന്ന ഒരു പട്ടാള ക്യാപ്റ്റന്റെ പദവിയിൽ നിന്ന് കൊണ്ട് സംസാരിക്കും പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് സ്വഹാബത്ത് പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ പോലല്ല. ശക്തിയായിട്ട് ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് ഗൗരവത്തോടു കൂടെ തന്നെ സംസാരിക്കണം. അപ്പോഴേ ആ കുട്ടികൾ നമ്മൾ പറയുന്ന നിലക്ക് വരികയുള്ളൂ. അപ്പോൾ 7 വയസ്സായി കഴിഞ്ഞ, ഇപ്പൊ പറഞ്ഞത് എന്താണ്? 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തമീസും ഉണ്ട് എന്ന് പറഞ്ഞാൽ തമീസിലെ വകതിരിവുള്ള നിലക്ക് കുട്ടിക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സിന്റെ മുമ്പോ വിരോധമല്ല, കൽപ്പിക്കാം. പക്ഷെ ഇവിടെ കൽപ്പിക്കൽ നിർബന്ധമാകും 7 വയസ്സ് തികഞ്ഞതിന് ശേഷം എന്നാണ് മഹാനായ മുസന്നിഫ് റഹിമഹുള്ള പറയുന്നത്. നമുക്കൊക്കെ ഇന്ന് കാണാൻ കഴിയും, കുട്ടികൾക്ക് ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സൊക്കെ ആകുമ്പോ ആ പുതിയ പുത്തനുടനെയൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് കൊണ്ടുവരും. കാരണം ആ സമയത്താണ് ഈ കുട്ടികൾ ഓടിക്കളിക്കുന്ന പ്രായമാണ്. മൊത്തം നിസ്കരിക്കുന്ന ആളുകളെ എല്ലാ നിസ്കാരത്തിന്റെ ഖുശൂഅ് മുഴുവനും ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ടുവരും. എന്നിട്ടോ ആ കൽപ്പിക്കേണ്ട പ്രായം, കുട്ടികൾ നിസ്കാരം തുടങ്ങൽ ആരംഭിക്കേണ്ട പ്രായം, ആ പ്രായമാകുന്ന 7 വയസ്സാകുമ്പോ അല്പായിട്ട് കുട്ടികൾ ബേക്കോട്ടാ. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി 10 വയസ്സാകുമ്പോൾ തീരെ പള്ളിക്ക് വരാത്തൊരു സാഹചര്യം. അതൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. നമ്മൾ 7 വയസ്സായതിനു ശേഷമാണ് കുട്ടികളോട് കൽപ്പിക്കേണ്ടതും കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും. മാത്രല്ല ഈ കുട്ടികളോട് ഇങ്ങനെ 7 വയസ്സായിട്ടേ കൽപ്പിക്കൽ നിർബന്ധമായി വരുന്നുള്ളൂ. എന്തുകൊണ്ട്?
ഈ നിസ്കാരം കൊണ്ട് മാത്രം ആ നിസ്കാരത്തിന്റെ ഒരു കോലം കാണിച്ചു കൊടുത്താൽ പോരാ. നിസ്കാരത്തിന്റെ മുഴുവൻ ഷർത്തുകൾ, വുളു എടുക്കുന്ന രൂപം, 7 വയസ്സായ കുട്ടിയെ നിസ്കരിക്കാൻ കൊണ്ടുവരുമ്പോ അതല്ലെങ്കിൽ തന്റെ കൂടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ ആദ്യമായിട്ട് കുട്ടി വുളു എടുത്തിരിക്കുന്നോ എന്ന് ശ്രദ്ധിക്കണം. പെൺകുട്ടിയാണെങ്കിൽ തല മറച്ചിരിക്കുന്നോ, പരിപൂർണമായിട്ടും ഔറത്ത് മറച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അത് കുട്ടിയല്ലേ, ഓനോ അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം, ആ രൂപത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. ഇവിടെ എല്ലാ ഷർത്തുകളും അതൊക്കെ എന്ത് ചെയ്യണം, കൽപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ കുട്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോ നീ വുളു എടുത്തിട്ടുണ്ടോ, നീ വുളു എടുത്തിരിക്കുന്നോ എന്ന് ചോദിക്കൽ നിർബന്ധമാണ്. മാത്രല്ല വുളു എടുപ്പിക്കണം. എന്നിട്ടായിരിക്കണം കുട്ടികളെ കൊണ്ടാണെങ്കിലും നിസ്കരിക്കുന്ന രൂപം, നിസ്കരിക്കുമ്പോ അത് പരിപൂർണമായി മുക്കല്ലഫായ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന രൂപത്തിൽ തന്നെയായിരിക്കണം കുട്ടികളാണെങ്കിലും നിസ്കരിപ്പിക്കേണ്ടത്. ഈ നിസ്കാരം മാത്രമല്ല, ഉംറയാണെങ്കിലും അങ്ങനെ ഇസ്ലാമിന്റെ ഏത് ഇബാദത്താണെങ്കിലും കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് എന്തില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല നിലക്ക് തന്നെ ചെയ്യണം. ഇനിയോ വയുദ്റബു, അടിക്കപ്പെടണം. ളർബൻ ഗൈറ മുബർരിഹിൻ, വേദനാജനകമായ അടി അല്ലാത്തൊരടി എന്ന് പറഞ്ഞാല് വലിയ വേദനാജനകമായ അടി എന്ന് പറഞ്ഞാല് തീരെ വേദന അല്ലാത്ത അടി എന്നല്ല. കാരണം വേദന അല്ലെങ്കിൽ ഇപ്പൊ അടിക്കുന്നതിന് എന്താ ഗുണം, പിന്നെന്താണ്, പൊട്ടലും പൊള്ളലൊക്കെ ഉണ്ടാകുന്ന മുറിവേൽക്കുന്ന രൂപത്തിലുള്ള അടി, ആ അടി പാടില്ല. അപ്പോ വേദനാജനകമായ ഇതല്ലാത്ത അടി അടിക്കപ്പെടണം. വുജൂബൻ, അതും നിർബന്ധായിട്ട്. മൻ ദുക്കിറ, പറയപ്പെട്ടതായ ഒരുത്തൻ. ആരാ പറയപ്പെട്ട ഒരുത്തൻ? മാതാപിതാക്കള്, അതല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെയാണോ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടുള്ളത് അവര്. അലൈഹ ഐ അലാ തർക്കിഹ, നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേലിൽ അടിക്കുകയും വേണം. വലൗ ഖദാ, എന്നത് ഖദാ ആണെങ്കിലും ശരി. ഔ തർക്കി ശർത്തിൻ മിൻ ശുറൂതിഹ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഷർത്തിൽ നിന്നും ഒരു ഷർത്ത് ഉപേക്ഷിച്ചതിന്റെ മേലിൽ അടിക്കണം. ലിഅശ്രിൻ ഐ ബഅദ ഇസ്തിക്മാലിഹ, 10 വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം. അപ്പൊ 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എന്നിട്ടും ആ കുട്ടി നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ അടിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ലിൽ ഹദീസ് സ്വഹീഹി, സ്വഹീഹായ ഹദീസ് ഉണ്ടായതിന് വേണ്ടി. എന്താ ഹദീസ്? മുറുസ്സബിയ ബിസ്സലാത്തി, കുട്ടികളോട് നിങ്ങൾ കൽപ്പിക്കണം, ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട്. ഇദാ ബലഗ 7 സിനീൻ, 7 വയസ്സ് പൂർത്തിയായാൽ. വൈദാ ബലഗ 10 സിനീൻ, 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ. ഫദ്രിബൂഹു അലൈഹാ, ആ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ മേലിൽ ആ കുട്ടികളെ നിങ്ങൾ അടിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും ഉന്നത നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആണ് അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 7 വയസ്സ് കുട്ടികൾക്ക് പ്രായം എത്തുമ്പോൾ ആ കുട്ടി തമീസായിട്ടുണ്ടെങ്കിൽ, വകതിരിവുണ്ടെങ്കിൽ ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞാൽ, നീ നിസ്കരിക്കണം മോനെ എന്ന് ഒരു ദിവസം ദൈനംദിനം 5 പ്രാവശ്യം പറഞ്ഞാൽ, അതല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് 10 പ്രാവശ്യം പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടി ഇൻഷാ അല്ലാഹ് 10 വയസ്സാകുമ്പോഴേക്കിനും ആ കുട്ടി അടിക്കാതെ തന്നെ സ്വന്തം നിസ്കരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ആ കുട്ടി എത്തിപ്പെടും എന്നുള്ളത് മുജറബാണ്, പരീക്ഷിക്കപ്പെട്ടതാണ്. പിന്നെന്താണ്, ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ 90-ൽ 1 അല്ലെങ്കിൽ 100-ൽ 1 ഒരു വളഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യും, അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒന്ന് അടിച്ചുകൊണ്ട് ശരിയാക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്തായാലും ഇത് ചെയ്യൽ നിർബന്ധമാണ്, നാം മനസ്സിലാക്കണം. പക്ഷെ ചെയ്യുന്നത് അതിൻ്റെതായ നിലക്കായിരിക്കണം ചെയ്യേണ്ടത്. നാം ചെയ്യുന്നത് നെഗറ്റീവായി വരാൻ പാടില്ല. കാരണം ചില ആളുകള് 7 വയസ്സല്ല 10 വയസ്സ് വരെ ചിലപ്പോ കുട്ടികളോട് നീ മോനെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. കാരണം രക്ഷിതാവിനെ നിസ്കരിക്കാത്തവനായിരിക്കും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവനൊരു പ്രഭാഷണം കേട്ടു. പ്രഭാഷണത്തിൽ ഉസ്താദ് നല്ല നീട്ടി അങ്ങോട്ട് വയല് പറഞ്ഞു കൊടുത്തപ്പോ അവൻ തിരിച്ചു വന്ന് രാത്രി ഉറങ്ങിയപ്പോ തന്നെ ചൂരലും ശരിയാക്കിയിട്ടാ ഉറങ്ങിയിട്ടുള്ളത്. സുബഹിക്ക് തന്നെ എണീറ്റു, സ്ട്രോങ് ആണ്, ഈമാൻ കൂടിയതാ. അങ്ങനെ ആ സമയത്ത് തന്നെ അദ്ദേഹം പൊരിഞ്ഞ അടിയാണ്. എപ്പോ സുബഹിക്ക് കുട്ടികളെ മുഴുവൻ അടിക്കാണ്. അങ്ങനെ ഒറ്റ ദിവസം അടിച്ചാൽ പിറ്റേ ദിവസം കുട്ടികളെ കാണൂല, കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഈ രൂപത്തിലൊന്നും ആകാൻ പാടില്ല. ആദ്യം നമ്മൾ നന്നായിട്ട് നമ്മളെ കുട്ടികളെ നാം ഭക്ഷണത്തിന് ഇരിക്കുന്നത് പോലെ
ഒന്ന് എല്ലാവരെയും 7 വയസ്സായ കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് നിസ്കാരത്തിനെ കുറിച്ചൊരു ചെറിയ ക്ലാസ്, നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചൊരു ചെറിയ പഠന ക്ലാസ്സൊക്കെ നടത്തിയിട്ട് കുട്ടികളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി, സ്വന്തം പെൺകുട്ടികളാണെങ്കിൽ ഉമ്മാനോടുകൂടെ, ആൺകുട്ടികളാണെങ്കിൽ നാം നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മോട് കൂടെയും പിടിച്ച് പള്ളിക്കൊക്കെ വന്നാൽ ഇൻഷാ അല്ലാഹ് 10 വയസ്സ് പൂർത്തിയാവുമ്പോഴേക്കാനും നമ്മേക്കാളും മുമ്പ് കുട്ടി ഉറക്കിൽ നിന്നും എണീറ്റ് ഒളു കൊടുത്ത് തയ്യാറായി നിൽക്കുന്ന ആ നല്ലതായ രംഗം കാണാൻ നമുക്ക് കഴിയും. പക്ഷെ എന്ത് ചെയ്യണം? 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളോടൊക്കെ അത് കൽപ്പിക്കണം. നിങ്ങൾ ചിന്തിച്ച എത്ര ആളുകൾ ഇത് കൽപ്പിക്കുന്നവരുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ആ കുട്ടിയോട് മോനെ നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നിലയിൽ 7-ാം വയസ്സ് മുതൽക്ക് തന്നെ തുടങ്ങണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം സാന്ദർഭികമായി മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, വഫർരിഖൂ ബൈനഹും ഫിൽ മളാജിഇ, കുട്ടികളുടെ ഇടയിൽ കിടപ്പിറ അത് നിങ്ങൾ വിട്ടുപിരിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരും സഹോദരിമാരും അതുപോലെ രക്ഷിതാക്കളും, എന്നാൽ സഹോദരന്മാരും സഹോദരിമാരൊന്നും ഒരു റൂമിൽ കിടക്കുന്ന ഒരു സ്വഭാവം അത് ഒഴിവാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും 7 വയസ്സായി കഴിഞ്ഞാൽ തന്നെ അതൊക്കെ എന്ത് ചെയ്യണം? ആൺകുട്ടികൾ ഒരു റൂമില്, പെൺകുട്ടികൾ മറ്റൊരു റൂമില്, രക്ഷിതാക്കൾ വേറെ റൂമില്, ഈ രൂപത്തിലായിരിക്കണം നാം ഉറങ്ങുമ്പോഴും സ്വീകരിക്കേണ്ട നിയമം എന്ന് സാന്ദർഭികമായി ഒന്നും കൂടെ ഉണർത്തുകയാണ്. പിന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, കസൗമിൻ അതാഖഹു, ഏതുപോലെ കസൗമിൻ അതാഖഹു, ആ കുട്ടിക്ക് കഴിയുന്ന നോമ്പ് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ നോമ്പിനും ഇതേ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഫഇന്നഹു, അത് പറയുന്നു, ഫഇന്നഹു യുഅ്മറു ബിഹി, ആ നോമ്പ് കൊണ്ട് ആ കുട്ടി കൽപ്പിക്കപ്പെടണം. ലി സബഇൻ, 7 വയസ്സായതിന് ശേഷം, വയുദ്റബു അലൈഹി ലി 10 വയസ്സായതിന് ശേഷം അത് ഒഴിവാക്കുന്നതിന്റെ മേൽ അടിക്കപ്പെടുകയും വേണം. കസ്വലാത്തി, നിസ്കാരം പോലെ തന്നെ. വഹിക്മതു ദാലിക, ഇതിലുള്ള തന്ത്രം എന്താണ്? ഹിക്മത്ത് എന്താണ്? അത്തംരീനു അലൽ ഇബാദതി ലിയതഅവദഹാ, ആരാധനകളുടെ മേലിൽ ആ കുട്ടിയെ പരിശീലിപ്പിക്കലാണ്. ലിയതഅവദഹാ, അവൻ അതിനെ പതിവാക്കാൻ വേണ്ടി. അപ്പ ഫലാ യത്റുകുഹാ, അതിനെ ഒഴിവാക്കൂല. നമ്മൾ പരീക്ഷ നോക്കുക, അത് ഒഴിവാക്കുന്നതല്ല. ഇനി വബഹസൽ അസ്റഇയു, അസ്റഇ ഇമാമ് ഒരു ചർച്ച, എന്ത്? ഫീ ഖിന്നിൻ സഗീരിൻ, ചെറിയതായ ഒരു അടിമക്കുട്ടി, കാഫിരിൻ, കാഫിറായ, സത്യന് ശരിയാണ്, നതഖ ബിശ്ശഹാദതൈനി, 2 ഷഹാദത്ത് കൊണ്ട് മൊഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നഹു യുഅ്മറു നദ്ബൻ, സുന്നത്തായിട്ട് ആ കുട്ടിയെ കൽപ്പിക്കപ്പെടണം. ബിസ്സലാത്തി വസ്സൗമി, നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും. മാത്രമല്ല വയഹസ്സു അലൈഹിമാ മിൻ ഗൈരി ദർബിൻ, അടിയൊന്നും കൂടാതെ നിസ്കാരത്തിന്റെ മേലും നോമ്പിന്റെ മേലും ആ കുട്ടിയെ പ്രേരിപ്പിക്കുകയും വേണം. എന്തിന്? ലിയലിഫൽ ഖൈറ ബഅദ ബുലൂഗിഹി, പ്രായപൂർത്തിയായതിനു ശേഷം ഈ കുട്ടി നല്ല കാര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി. ലിയലിഫൽ ഖൈറ, നൽകാര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി. ബഅദ ബുലൂഗിഹി, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം. വഇൻ അബൽ ഖിയാസു ദാലിക, എന്നാൽ വഇൻ അബൽ ഖിയാസു, ഖിയാസ് വിലങ്ങിയാലും ശരി, ദാലിക അതിനെ. എന്താണ് ഖിയാസ്? നമ്മൾ നോക്കുമ്പോ ഈ കുട്ടിയോട് കൽപ്പിക്കല് എന്ന് നിസ്കാരം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയാണ് സാധാരണ കുട്ടിയല്ല, കാഫിറായ ഷഹാദത്ത് കലിമ കൊണ്ട് പറഞ്ഞ അടിമക്കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയോട് കൽപ്പിക്കുക എന്നുള്ളത് എന്തില്ല? ഖിയാസ് നോക്കുമ്പോൾ അത് നമുക്ക് ഖിയാസ് അതിനെതിരാണ്, ഖിയാസ് നോക്കുമ്പോ കിട്ടുന്നില്ല. അങ്ങനെ സുന്നത്താണെന്ന് ഒരഭിപ്രായം പറഞ്ഞതാണ്. കാരണം ഖിയാസ് വിലങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം മുസ്ലിമാണെന്ന് ഉറപ്പില്ലല്ലോ. നമ്മൾ നേരത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 7 വയസ്സാകുമ്പോൾ 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. അത് പറഞ്ഞത് മുസ്ലിമായ വ്യക്തികൾക്കുള്ള, രക്ഷിതാക്കൾക്കുള്ള കുട്ടികളെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി വയജിബു ഐളൻ, വീണ്ടും നിർബന്ധമാകും. വയജിബു ഐളൻ, വീണ്ടും നിർബന്ധമാകും. അലാമൻ മറ, കഴിഞ്ഞുപോയ ഒരുത്തന്റെ മേലിൽ. ആരാ കഴിഞ്ഞുപോയ ഒരുത്തന്? മാതാപിതാക്കള്, അതുപോലെ മാതാപിതാക്കൾ ഏൽപ്പിച്ചു കൊടുത്ത ആള്, അങ്ങനത്തെ ആളുകൾ, അവരെ മേൽ നിർബന്ധമാകും. നഹ്യുഹു,
ആ കുട്ടിയെ വിരോധിക്കണം. അനിൽ മുഹറമാതി, നിഷിദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് അവനെ വിരോധിക്കുകയും വേണം. അപ്പൊ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വിരോധിക്കാനും കൽപ്പിക്കണം. നമ്മളിങ്ങനെ ചെന്നപ്പോ കുട്ടി വേണ്ടാത്ത എന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അരുത് എന്ന് പറഞ്ഞ് അവനെ വിരോധിക്കുകയും വേണം. വതഅലീമുൽ വാജിബാതി, വാജിബായ കാര്യങ്ങൾ ആ കുട്ടിയെ പഠിപ്പിക്കുകയും വേണം. വനഹ്വഹ, ആ വാജിബാത്ത് പോലത്തെ കാര്യങ്ങളും മിൻ സായിരി ശറാഇൽ ളാഹിറതി, പ്രത്യക്ഷത്തിലുള്ള ഇസ്ലാമിന്റെ മറ്റുള്ള നിയമങ്ങളാൽ, ഇസ്ലാമിന്റെ പ്രത്യക്ഷത്തിലുള്ള മറ്റുള്ള നിയമങ്ങൾ അതും എന്ത് ചെയ്യണം? ഈ കുട്ടിയെ പഠിപ്പിക്കണം. വലൗ സുന്നത്തൻ, അത് സുന്നത്തായ കാര്യമാണെങ്കിലും ശരി, സിവാക്കിൻ, മിസ്വാക്കിയും പോലെ. മാത്രമല്ല അംറുഹു ബിദാലിക, അവകളെ കൊണ്ട് കൽപ്പിക്കലും നിർബന്ധമാണ്. അപ്പൊ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ അത് ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനെ തൊട്ട് ഹറാമിനെ തൊട്ട് വിരോധിക്കുകയും വേണം. അതുപോലെ സുന്നത്തായ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നല്ലതായ കാര്യങ്ങൾ, ആ വാഹിറായ പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ, നിസ്കാരം, സകാത്ത്, ഹജ്ജ്, ത്വഹാറത്ത്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം? ആ കുട്ടിയെ പഠിപ്പിക്കുകയും വേണം, അവനോട് കൽപ്പിക്കുകയും വേണം. വലാ യൻതഹി വുജൂബു മാ മർറ, ഈ കഴിഞ്ഞുപോയ ഒന്നിന്റെ വുജൂബ് അവസാനിക്കുന്നതല്ല. കഴിഞ്ഞുപോയ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, 10 വയസ്സായാൽ അടിക്കുക, അതുപോലെ നോമ്പ് കൊണ്ട് കൽപ്പിക്കുക, അടിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ അവസാനിക്കൂല അലാമൻ മർറ, മാതാപിതാക്കളുടെ മേലിൽ, ഇല്ലാ ബിബുലൂഗിഹി റഷീദ, ഈ കുട്ടി സന്മാർഗിയായിക്കൊണ്ട് പ്രായപൂർത്തിയാകുന്നത് വരെ ഈ കൽപ്പന ഈ രക്ഷിതാക്കളുടെ പിരടിയിൽ നിന്നും ഒഴിവാകുന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില രക്ഷിതാക്കളുണ്ട്, ഈ കുട്ടിയോട് ഒന്നും കൽപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൽപ്പിച്ചിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ സമയത്ത് അദ്ദേഹത്തിന് തോന്നുമ്പോ. എന്നിട്ട് ഈ കുട്ടി വലിയ മനുഷ്യനായി, പ്രായപൂർത്തിയൊക്കെ ആയി, വലിയ ആളായി. അപ്പൊ അവനോട് പറയാം, എന്റെ കുട്ടി എന്താടാ, നീ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ കുട്ടി ഇപ്പോഴും നിസ്കരിക്കുന്നില്ലല്ലോ, അവൻ എന്താണ് ഇങ്ങനെ വളഞ്ഞ വഴിക്കാണല്ലോ പോകുന്നത്. അപ്പൊ പറയും, അവനിപ്പോ വലുതായി, എന്റെ ഉത്തരവാദിത്വമൊക്കെ ഒഴിവായി, ഇനി അവൻ അവന്റെ കാര്യം നോക്കട്ടെ. അത് അവന്റെ കാര്യം ദുനിയാവിലൊക്കെ നോക്കും, പക്ഷേ ആഖിറത്തിൽ ചെല്ലുമ്പോ ഇതേ രൂപത്തിൽ നാം വളർത്തിയതായ കുട്ടികൾ നമ്മുടെ പിരടിയിൽ പിടിക്കും എന്ന് നാം ശ്രദ്ധിക്കണം. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين എന്ന് പറയും എന്നുള്ളൊരു വിഷയം അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയാ? وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس, ജിന്ന് ഇൻസ് വർഗത്തിൽ നിന്ന് ഞങ്ങളെ വഴിപിഴപ്പിച്ചതായ ആളുകൾ, അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റബ്ബേ എന്ന് നരകത്തിൽ നിന്നും വിലപിക്കുന്ന ഒരു സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. എന്താ പറയാ? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, നജ്അൽഹുമാ, അവ രണ്ടുപേരെയും ഞങ്ങൾ ആക്കട്ടെ, നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ പാദത്തിന്റെ താഴ്ഭാഗത്ത്, ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവർ ഞങ്ങളെ താഴ്ഭാഗത്തിലായിട്ട് ഞങ്ങൾക്ക് നരകത്തിൽ നിന്നും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങളെ വഴികേടത്തിരത്തിലാക്കിയത് എന്ന് വിലപിക്കുന്ന ഒരു സാഹചര്യം എത്തും എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞത് പ്രായപൂർത്തിയാകുന്നത് വരെ മാത്രം. പ്രായപൂർത്തിയായാ പോരാ, പ്രായപൂർത്തിയാകുന്നത് ഏത് രൂപത്തിലാവണം? ഈ കുട്ടി സന്മാർഗിയായിക്കൊണ്ട് ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ ശിരസ വഹിക്കുന്നവനായിക്കൊണ്ട് പ്രായപൂർത്തിയാവണം. അങ്ങനെ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ നമ്മുടെ പെരടിയിൽ നിന്നും, ആ രക്ഷിതാക്കളുടെ പെരടിയിൽ നിന്നും അതിന്റെ ഉത്തരവാദിത്വം ഒഴിവാവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഫഉജ്റത്തു തഅലീമിഹി ദാലിക, ഈ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കുന്നതിന്റെ കൂലി അത് ഏതുപോലെ? കൽ ഖുർആനി, ഖുർആൻ പഠിപ്പിക്കാനുള്ള കൂലി, വൽ ആദാബി, ഇസ്ലാമിന്റെ മര്യാദകൾ, ഇസ്ലാമിന്റെ ആദാബുകൾ, അതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ കൂലി. കാരണം ഉസ്താദന്മാർക്ക് കൂലി കൊടുക്കേണ്ടി വരുമല്ലോ.
അത് ഫീ മാലിഹി കുട്ടിന്റെ മുതലിൽ നിന്നാണ്. കുട്ടി സമ്പത്തുള്ളവനാണെങ്കിൽ കുട്ടിന്റെ മുതലിൽ നിന്ന്. സുമ്മ അലാ ബിഹി പിന്നെ അവന്റെ പിതാവിന്റെ മേൽ. കുട്ടിക്ക് സമ്പത്തില്ല, എന്നാൽ പിതാവിന്റെ മേലില്. ഇനി പിതാവിന് സമ്പത്തില്ലെങ്കിലോ അലാ ഉമ്മിഹി അവന്റെ ഉമ്മാന്റെ മേലിലാണ്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിനുള്ള കൂലി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു കുട്ടിക്ക് 7 വയസ്സ് പൂർത്തിയായാല് അവനെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ മേൽ അടിക്കണം എന്നും പറഞ്ഞു. അതുപോലെ ഇസ്ലാമിൽ നിർബന്ധമായ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കണം. അതുപോലെ ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങൾ നിഷിദ്ധണ്ടോ ആ കാര്യങ്ങളും പഠിപ്പിക്കണം. അതൊക്കെ വെടിയാൻ വേണ്ടി കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ ഈ പഠിപ്പിക്കുന്ന ഉസ്താദമാർക്കുള്ള കൂലികള്, അവർക്കുള്ള ശമ്പളം, സാലറി കൊടുക്കണ്ടേ? അതാര് കൊടുക്കണം? അത് കുട്ടിക്ക് സമ്പത്തുണ്ടെങ്കിൽ കുട്ടിന്റെ മുതലിൽ നിന്ന്. ഇനി കുട്ടിക്ക് സമ്പത്തില്ലെങ്കിൽ പിതാവിന് സമ്പത്തില്ലെങ്കിൽ മാതാവിന്റെ മുതലിൽ നിന്ന്. ഇനി രണ്ടാമത് മുസന്നിഫ് മറ്റൊരു തംബീഹ് പറയാണ്. ദക്കറ സമഅനിയു ഫീ സൗജത്തിൻ സഗീറത്തിൻ ദാതി അബവൈനി. സമഅനി എന്നവർ പറഞ്ഞിരിക്കുന്നു ഫീ സൗജത്തിൻ സഗീറത്തിൻ ചെറിയതായ ഒരു ഭാര്യ, ദാതി അബവൈനി രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെയവൾ. എന്ത്? അന്ന വുജൂബ മാ മറ അലൈഹിമാ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ 7 വയസ്സായാൽ കൽപ്പിക്കണം, 10 വയസ്സായാൽ അടിക്കണം എന്ന് പറഞ്ഞ ആ കഴിഞ്ഞു പോയ വിഷയം, അത് നിർബന്ധമാകുന്നത് അലൈഹിമാ രക്ഷിതാക്കളുടെ മേലിലാണ്. ഫസ്സൗജി പിന്നെന്താ ആരുടെ മേലിലാണ്? ഭർത്താവിന്റെ മേലിലാണ്. അപ്പോ ഒരു ഭാര്യ, ഈ ഭാര്യ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ഭാര്യ 9 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് എങ്ങനെയാവാലോ. അപ്പൊ അങ്ങനെ ചെറിയ ഒരു ഭാര്യയാണ്. ഈ ഭാര്യക്ക് ആരുണ്ട്? മാതാപിതാക്കൾ ഉണ്ടേനും. അങ്ങനെയാകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടത് 10 വയസ്സായി അടിക്കുക ചെയ്യേണ്ടത് ആരാണ്? അത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിന്റെ മേലുമാണ്. വഖളിയതുഹു വുജൂബു ദർബിഹാ വലൗ ഫിൽ കബീറത്തി കമാ സറഹ ബിഹി ജമാലുൽ ഇസ്ലാം ഇബ്നുൽ ബിസ്രി. വുജൂബു ദർബിഹാ ഈ പറഞ്ഞതിന്റെ തേട്ടം വുജൂബു ദർബിഹാ അവളെ അടിക്കൽ നിർബന്ധമാണ്. വലൗ ഫിൽ കബീറത്തി അവൾ വലിയവളാണെങ്കിലും ശരി. കമാ സറഹ ബിഹി ജമാലുൽ ഇസ്ലാം ഇബ്നുൽ ബിസ്രി എന്നവർ വ്യക്തമാക്കിയതുപോലെ. ഖാല ശൈഖുനാ ഇനി വേറെ വിഷയം പറയാം. ഷെയ്ഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, മുസന്നിഫ് റഹിമഹുല്ല. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ആരാണത്? ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്, ഉസ്താദാണല്ലോ. വഹുവ ളാഹിറുൻ അത് ളാഹിറാണ്. എപ്പോ? ഏത്? ഇങ്ങനെ ഭർത്താവിന്റെ മേലില് കടമയുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ളാഹിറാണ്. എപ്പോ? ഇല്ലം യഖ്ശ നുശൂസൻ ഈ ഭാര്യ, ചെറിയ ഭാര്യ പിണങ്ങും എന്ന് ഭയപ്പെട്ടിട്ടില്ലെങ്കിലാണ്. അങ്ങനെ പിണങ്ങും എന്ന ഭയപ്പെടൽ ഉണ്ട് എങ്കിൽ അപ്പൊ മാതാപിതാക്കൾ തന്നെ അത് കൈകാര്യം ചെയ്യട്ടെ, പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത്. എന്നാൽ സർക്കശി ഇമാം, മഹാനായ സർക്കശി ഇമാം പറഞ്ഞതോ സുന്നത്തോട് നിർബന്ധമല്ല, സുന്നത്തായിട്ട് കൽപ്പനയുണ്ട്, അത് നിർബന്ധം അതിന്റെ ആവശ്യമില്ല. കാരണം മാതാപിതാക്കൾ ചെയ്യട്ടെ, അത് ഭർത്താവിന്റെ മേലെന്തില്ല, നിർബന്ധം ഇല്ല എന്ന് സർക്കശി ഇമാം മുത്തലഖ നിലക്ക് എന്ന് പറഞ്ഞാല് അവിടെ പിണങ്ങട്ടെ പിണങ്ങാതിരിക്കട്ടെ എങ്ങനെയായാലും സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞ വിഷയം, മാതാപിതാക്കളുടെ മേലിൽ കുട്ടികൾ 7 വയസ്സ് അവർക്ക് തമീസും ഉണ്ടെങ്കിൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അങ്ങനെ ഇസ്ലാമിന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ അടിക്കുകയും വേണം. ഈ കാര്യം രക്ഷിതാക്കളെ മേലിൽ നിർബന്ധമാണ്. ഏതുവരെ നിർബന്ധമാണ്? ഈ കുട്ടി എപ്പോഴാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് സ്വീകരിച്ച രൂപത്തിൽ അവൻ എപ്പോൾ പ്രായപൂർത്തിയായി, എപ്പോൾ അവൻ ആ രൂപത്തിലാകുന്നോ അതുവരെയും ഈ ഉത്തരവാദിത്വം രക്ഷിതാക്കളിൽ നിന്നും ഒഴിവാകുന്നില്ല എന്നാണ് ആകത്തുകയായി ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ദീനിനും നാട്ടാർക്കും ദീനുൽ ഇസ്ലാമിനും ഉപകാരപ്രദമായ സന്താനങ്ങളായി അല്ലാഹു എല്ലാവരെയും
ആക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി